രണ്ടു ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനും ഭരണത്തിനുമെതിരായി അതിശക്തമായ ജനവികാരമുണ്ട്. അതിനെ മറികടക്കാൻ ഒരു ആൾട്ടർനേറ്റീവായിട്ട് BJPയെയും NDA മുന്നണിയെയും കേരളത്തിൻ്റെ ജനമനസ് ആഗ്രഹിക്കുന്നുണ്ട്. കേരളീയൻ്റെ സ്വപ്നത്തിൽ ഇവരുണ്ട്. LDF UDF മുന്നണികൾക്കും BJPക്കും അതുപോലെ തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് സത്യം പറഞ്ഞ ഈ ഒരു ഇലക്ഷൻ. BJPയോടുള്ള പഴയ അയിത്തോ അറപ്പും മാറി. തീർച്ചയായും അതൊരു വലിയ കാര്യം. ഏത് പാർട്ടിയിൽ നിന്നും പിറ്റേന്ന് 24 മണിക്കൂർ കൊണ്ട് അപ്പുറത്ത് പോകാൻ മടിയില്ലാത്ത വിധം നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. തിരിച്ചു പിരിയുക എന്ന് പറയുന്ന ഒരു പഴയ രീതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് അവസരം കാത്തിരിക്കുകയല്ലാതെ പിണറായി മാറട്ടെ എന്ന് പറയാം. നാക്കു പൊങ്ങുന്ന ഒരുത്തനും ഇന്ന് CPMന്റെ കമ്മിറ്റികളിലില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരാളുടെ മുഖം, ബോഡി ലാംഗ്വേജ്, വാക്കുകൾ, നോക്ക്, നടപ്പ് ഒക്കെ എന്താണോ ജനവിരുദ്ധമായ ഒരു ഭരണകൂടത്തിന്റെ പ്രതീകം, അതാണ് പിണറായി. കാര്യക്ഷമതയില്ലായ്മ, അത് ഈ മന്ത്രിസഭയിലെ എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. പിന്നെ ആരാണ് ആകെ ഈ ഷോ കാണിക്കുന്നത്? ഒരു മരുമോൻ മന്ത്രിയുണ്ട്. കാശ് ഉണ്ടാക്കാനും കാശ് എറിയാനും ഒക്കെയുള്ള വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. സംഭവിക്കുന്നത് ഇത് മുഴുവനും അദ്ദേഹത്തിന്റെ ബിനാമികളുടെ കോൺട്രാക്റ്റാണ്. അതാണിപ്പോൾ ഈ ബേപ്പൂരിലൊക്കെ വലിയ പ്രതിഷേധം വരാൻ സാധ്യതയുണ്ട്. ശബരിമലയിൽ ഈ യൗവനയുക്തകളായ സ്ത്രീകൾ പോകേണ്ടതില്ല എന്നാണ് ഈ സർക്കാരിന്റെ നിലപാട് എന്നാണ് അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. അതിന് പകരം എന്താ കൊണ്ട് കൊടുത്തത്? എന്തു വില കൊടുത്തും സ്ത്രീകൾ പ്രവേശിക്കണം. എന്നിട്ട് വിശ്വാസത്തിന്റെ 7 അയലത്തുകൂടി പോകാത്ത ആക്ടിവിസ്റ്റുകളെയാണ് അവിടെ പോലീസ് പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോയി നവോത്ഥാന ജാഥ, നവോത്ഥാന മതില്, എന്താ അവസാനം? എന്നാ പിന്നെ അവിടെ നിൽക്കണ്ടേ? അത് പ്രഖ്യാപിത നയമാണെന്ന് പറയണ്ടേ? ഇപ്പൊ എന്താ ഈ ഇലക്ഷന്റെ തലയിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആചാരം സംരക്ഷിക്കണം. പിന്നെ ഈ പൊട്ടന്മാർക്ക് 4 കൊല്ലം മുമ്പ് പറഞ്ഞത് എന്ത് കോലാഹലം ഒഴിവായി കിട്ടി കേരളത്തിൽ. രാഷ്ട്രീയ നിരീക്ഷകൻ AP അഹമ്മദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഒരു നിയമസഭാ ഇലക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏപ്രിൽ മാസം ഇലക്ഷൻ ആണെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡേറ്റ് ഒക്കെ. അപ്പൊ എങ്ങനെയാണ് മുന്നോട്ടുള്ള LDFന്റെ UDFന്റെ അതുപോലെ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും. എങ്ങനെയായിരിക്കാം ചേട്ടൻ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇതിലിപ്പോൾ ഈ 3 മുന്നണികളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFനെതിരായി ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. കഴിഞ്ഞ 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനും ഭരണത്തിനുമെതിരായി അതിശക്തമായ ജനവികാരമുണ്ട്. അതിനെ മറികടക്കാൻ സത്യത്തിൽ UDFന് ഇനി പോസിറ്റീവ് വോട്ടുകളൊന്നും പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ പ്രതീക്ഷിക്കാവുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഭരണകക്ഷിയുടെ നെഗറ്റീവ് വോട്ട് കൊണ്ട് മാത്രം മുഖ്യ പ്രതിപക്ഷമായി UDF കയറി വരും. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രശ്നം, കേരള ജനത ഈ UDF LDF അല്ലാതെ ഈ ദ്വന്ദ്വത്തിനപ്പുറത്തൊരു തേർഡ് ആൾട്ടർനേറ്റീവ് ആഗ്രഹിക്കുന്നുണ്ട്. സത്യമാണ്. ഒരു തേർഡ് ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വിധം UDF വലിയ ഭൂരിപക്ഷത്തിന്, സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാനാണ് സാധ്യത. ഇപ്പം LDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി സർക്കാർ ഇനി ഒന്നും കൂടെ ജയിക്കുകയാണെങ്കിൽ പിണറായിക്ക് ഒരു 3ാമതും മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ? അതല്ലാതെ മറ്റൊരു ഓപ്ഷനേ ഇല്ല. കാരണം പിണറായി അല്ലാത്ത മറ്റൊരു പേരിനെ കുറിച്ച് ആലോചിക്കാനോ അങ്ങനെ ഒരു ചർച്ച CPMന്റെയോ LDFന്റെയോ കമ്മിറ്റികളിൽ കൊണ്ടുവരാനോ മറ്റൊരു പേര് നിർദ്ദേശിക്കാനോ കെൽപ്പുള്ള വിധം ഒരു കമ്മിറ്റി പോലും നിലവിലില്ല. പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ആദ്യം തകർത്ത് തരിപ്പണമാക്കിയത്, നാമാവശേഷമാക്കിയത് CPMന്റെ സംഘടനാ സംവിധാനത്തെ. അതുകൊണ്ട് മിണ്ടൂല, ഒരുത്തനും മിണ്ടാൻ പോലും കഴിയില്ല. മരിച്ചു പിരിയുക എന്ന് പറയുന്നൊരു പഴയ രീതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് അവസരം കാത്തിരിക്കുകയല്ലാതെ പിണറായി മാറട്ടെ എന്ന് പറയാൻ നാക്കു പൊങ്ങുന്ന ഒരുത്തനും ഇന്ന് CPMന്റെ കമ്മിറ്റികളിലില്ല. അഖിലേന്ത്യാ കമ്മിറ്റിയിലില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഒട്ടുമില്ല. അതാണ് സ്ഥിതി. ഇപ്പം കോവിഡ് ആയിരുന്നു പിണറായി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചതെന്ന് പറയാം. കോവിഡ് തന്നെയായിരുന്നു, അങ്ങനെ ഒരു മഹാമാരി വന്നുകൊണ്ടാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഒരു ഇലക്ഷനിൽ അവർ നേരിടാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ശബരിമലയിലെ വിഷയം തന്നെയാണ്. അത് തന്നെ അവർക്കൊരു തിരിച്ചടിയായിട്ട് വരില്ലേ? ശബരിമലയിലെ U-ടേൺ ആണ് ഏറ്റവും പരിഹാസ്യമായൊരു നീക്കം. ഇത്ര കാലം എടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ. U-ടേൺ ഒരു തെറ്റല്ല. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദു ഇഷ്യൂസിൽ ആദ്യം നിലപാട് പറയേണ്ടത് RSS ആണ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ 2 ആഴ്ച സമയമെടുത്തില്ല. അതിനുമുമ്പ് കൃത്യമായിട്ടൊരു നിലപാടെടുത്തു. ആചാരം മാറാൻ പാടില്ല, അത് വിശ്വാസത്തിനെതിരാണ്,
അപ്പോൾ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി RSS നിലപാടെടുത്തു. എന്നാൽ CPM ഇടതുപക്ഷവും മറിച്ച് നിലപാടെടുത്തു. പ്രബലമായി എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയത് ഒന്നാലോചിച്ച് നോക്കൂ. കോലാഹലങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കോലാഹലങ്ങൾ. അയ്യപ്പനാണ് സത്യത്തിൽ. കോമൺ സെൻസ് മതി. ഒരു കോടതി പറഞ്ഞു, കോടതിയിൽ പോയ വിധി കിട്ടും. എന്താ, ലിംഗനീതിയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് ആര് ഏത് ആചാരം ചൂണ്ടിക്കാണിച്ചാലും നീതി കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാനോ വിപിനോ ഒക്കെ പോയിട്ട് നമ്മുടെ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി വിചാരിച്ചോളൂ. എന്താണ്, നാളെ പൊങ്കാല തുടങ്ങുകയാണ്. ആറ്റുകാൽ പൊങ്കാല പുരുഷന്മാരെ അവഗണിച്ചിരിക്കുന്നു, ലിംഗനീതി ഇല്ല എന്ന് പറഞ്ഞ് പോയി നോക്കൂ. കോടതി വിധി തരും. പക്ഷെ ആ കോടതി വിധി നടപ്പാക്കേണ്ടതാണോ? അത് വിശ്വാസത്തിനും ഭക്തിക്കും ഈ ഭക്തന്മാരുടെ വികാരത്തിനും ഒക്കെ എതിരാണോ പരിശോധിക്കേണ്ടത് ആരാ? ജനവികാരം അറിയുന്ന ഗവൺമെൻറ്റാണ്. ഈ നിയമം മാത്രം പരിശോധിച്ചിട്ട് വിധിക്കാൻ നിൽക്കുന്ന കോടതികളല്ല. അപ്പോൾ ഗവൺമെൻറ്റാണ് സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് ആദ്യം പരിശോധിക്കേണ്ടത് എന്താ? ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കരുത്, യൗവനയുക്തകളായ സ്ത്രീകൾ വരരുത് എന്ന് പറഞ്ഞത് ആരാ? ഇവിടുത്തെ ദേവസ്വം ബോർഡല്ല, ഇവിടുത്തെ ഈ പറഞ്ഞ ജാതി മേധാവികളൊന്നുമല്ല, ബ്രാഹ്മണാധിപത്യമല്ല. ആരാ പറഞ്ഞത്? അയ്യപ്പനാണ്. അയ്യപ്പൻ എന്ന ദൈവം തൻ്റെ ഭക്തന്മാരോട് പറഞ്ഞ ശാസനകളിൽപ്പെട്ടതാണ്. നിങ്ങൾ എന്നെ കാണാൻ യൗവനയുക്തകളായിട്ട് വരരുത്, അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട മിത്തിലും വിശ്വാസത്തിലും ഒക്കെയുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഒരു ദൈവവിശ്വാസിക്ക് ഏറ്റവും ആദ്യം മാനിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കണം എന്നൊരു കോടതി പറഞ്ഞാൽ തൽക്കാലം ഗവൺമെൻറ്റിന് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, അപ്പീൽ പോകാം, എക്സ്പ്ലനേഷൻ കൊടുക്കാം. അങ്ങനെ അല്ല സാറന്മാരെ, ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നം അങ്ങനെയല്ല. ഒരു രാജ്യത്തെ പൗരാവകാശങ്ങൾക്ക് എതിരല്ലാത്ത കാലത്തോളം ഒരു ആചാരം പാലിച്ചു വന്നാൽ എന്താ തെറ്റ്? അതുകൊണ്ട് ശബരിമലയിൽ ഈ യൗവനയുക്തകളായ സ്ത്രീകൾ പോകേണ്ടതില്ല എന്നാണ് ഈ സർക്കാരിൻ്റെ നിലപാട് എന്നാണ് അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. അതിന് പകരം എന്താ കൊണ്ട് കൊടുത്തത്? യൗവനം എന്തു വില കൊടുത്തും സ്ത്രീകൾ പ്രവേശിക്കണം. എന്നിട്ട് വിശ്വാസത്തിൻ്റെ 7 അയലത്തു കൂടി പോകാത്ത ആക്ടിവിസ്റ്റുകളെയാണ് അവിടെ പോലീസ് പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോയി അശുദ്ധമാക്കിയത്, അല്ലേ? അതൊക്കെ സംഭവിച്ചിട്ട് എന്നിട്ടോ കേരളം ആകെ കോലാഹലം ഉണ്ടാക്കിയിട്ട് നവോത്ഥാന ജാഥ, നവോത്ഥാനം, അതിൽ എന്താ അവസാനം? എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ? അത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണെന്ന് പറയണ്ടേ? ഇപ്പം എന്താ, ഈ ഇലക്ഷൻ്റെ തലേന്ന് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്ന് വാസവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ അഫിഡവിറ്റ് കൊടുക്കും. എന്താ അഫിഡവിറ്റ്? ആചാരം സംരക്ഷിക്കണം. എന്നാൽ പിന്നെ ഈ പൊട്ടന്മാർക്ക് 4 കൊല്ലം മുമ്പ് പറഞ്ഞാൽ എന്ത് കോലാഹലം ഒഴിവായി കിട്ടി കേരളത്തിൽ. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ട ഒരു സാമർത്ഥ്യം, തട്ടിപ്പ് എന്താ കാണിച്ചെന്നറിയോ? ഞങ്ങൾ തൽക്കാലം അതിൽ ഇടപെടുന്നില്ല. ശബരിമല ദേവസ്വം ബോർഡിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ദേവസ്വം ബോർഡ് തീരുമാനിക്കും. അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. എന്തോ ഒരു ശുദ്ധന്മാരാണെന്നറിയോ? ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നേ ഇല്ല. ഇപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്താ? രാഷ്ട്രീയക്കാരനല്ല, ഉദ്യോഗസ്ഥനായ IAS-കാരനാണ്. ജയകുമാർ സാറാണ് പ്രസിഡന്റ് എന്നല്ലേ ഉള്ളൂ. അദ്ദേഹം പറയുന്നു ഞങ്ങൾ ആചാരം സംരക്ഷിക്കും. മന്ത്രി പറയുന്നു അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ, ദേവസ്വം ബോർഡാണല്ലോ, അവർക്ക് ഞങ്ങൾ മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം പണ്ട് കൊടുത്തുകൂടായിരുന്നു. ഈ യൂട്ടേൺ ഇപ്പം സംഭവിക്കുന്നത്, ഈ മാറ്റിപ്പറച്ചിൽ, ദയനീയമായ ഈ കീഴടങ്ങൽ, ഈ കുമ്പസാരം, ഈ ഏറ്റുപറച്ചിൽ, അത് തന്നെയും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ സോക്കോൾഡ് ധാർഷ്ട്യവും ധിക്കാരവും ആർജവും ഉണ്ടല്ലോ. എന്താണ് എന്താ പറയാ, അദ്ദേഹത്തിന് കുറേ ഓമന പേരുകളുണ്ടല്ലോ, അത് മുഴുവൻ വെള്ളത്തിലാകുന്ന ഇരട്ടച്ചങ്കനാണ്, എന്താ പരിശുദ്ധാത്മാവാണ്, എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, കാരണഭൂതൻ. അത് മുഴുവനും തകർന്ന് തരിപ്പണാവുന്ന പ്രസ്താവനയല്ലേ ഇന്ന് നടത്തിയേക്കണത്. അപ്പോൾ അതാണ് ശബരിമലയുടെ ഇഷ്യൂ. ഇപ്പം LDF-നെ പറ്റി പാർട്ടിപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യുക്തിവാദികളായിട്ടുള്ള ഒരുപാട് പേര് ഉള്ള ഒരു പാർട്ടിയാണെന്ന് പണ്ട് തൊട്ടേ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ യുക്തിവാദം വെച്ച് ഭക്തരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജനങ്ങൾ മണ്ടന്മാരല്ല എന്നൊരു ബോധം ഇവർക്ക് വരേണ്ട സമയം കഴിഞ്ഞില്ല. പക്ഷേ അവരൊരു വല്ലാത്ത ക്രൈസിസിലാണ്. ഈ ക്ലാസിക്കൽ യുക്തിവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പത്ത് വന്നിട്ട് അവരുണ്ടാക്കി വെച്ച നല്ലൊരു ശതമാനം വോട്ടർമാർ, സാധാരണ വോട്ടർമാരില്ലെങ്കിൽ പോലും ആക്ടിവിസ്റ്റുകൾ, അവരുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, വർക്കർമാർ, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ നല്ലൊരു ശതമാനം യുക്തിവാദികളുണ്ട്. അവർ വലിയ ആവേശപൂർവ്വം ശബരിമലയിൽ ബിന്ദു അമ്മിണിയെ കൊണ്ടുപോയി കെട്ടിയിട്ടേക്കിട്ട് പോരുള്ളൂ തീരുമാനിച്ചതാണ്. അവരിന് എന്ത് നിലപാടെടുക്കും? അത്തരത്തിലുള്ള സെക്കുലറിസം സമം മതനിരാസം എന്ന് പഠിച്ചു വെച്ചവരാണ്. അവരെ അതെങ്ങനെ ബാധിക്കും? അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ യുക്തിവാദി വോട്ട് ബാങ്ക്, സെക്കുലർ വോട്ട് ബാങ്കും നഷ്ടത്തിലാവും.
മാത്രമല്ല ഇവരെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പാവങ്ങളായ ഭക്തന്മാരും മനസ്സിലാക്കും. ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ രണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈ തീരുമാനം എനിക്ക് തോന്നുന്നത് ഈ തീരുമാനം ശരിയായ തീരുമാനമാണെങ്കിൽ പോലും അസമയത്തും അസ്ഥാനത്തുമാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് പരിഹാസ്യമായൊരു ഘട്ടത്തിലാണ്. ഏതായാലും അബദ്ധം പറ്റി, ഇനിയിപ്പോൾ തോറ്റെങ്കിൽ തോൽക്കട്ടെ, തിരുത്താൻ പോണ്ട എന്ന ഒരു ശരിയായ നിലപാടെടുത്തൂടെ. അവർക്ക് അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതിനുള്ള ആർജവും കാണിച്ചില്ല. അധികാരത്തിനോട് ആർത്തിയുമുണ്ട്. എന്നാൽ എന്തായാലും വേണ്ടില്ല, എന്ത് അടിയറവ് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് തീരുമാനം പിൻവലിച്ചാലും വേണ്ടില്ല, ഏത് യാത്ര യൂട്ടേൺ അടിച്ചാലും കുഴപ്പമില്ല, ജയിച്ചേക്കും. പൊട്ടന്മാരല്ലല്ലോ ജനം, അതാണ് പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ LDFന് കിട്ടിയത് 99 സീറ്റായിരുന്നു. അതുപോലെ UDF 40 സീറ്റും അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വലിയൊരു വ്യത്യാസം കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ മുന്നേറി നിന്നത് UDF തന്നെയാണ്. LDFന്റെ കോട്ടകളിൽ പോലും UDF കയറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിനെ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഇതനുസരിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ പ്രതിഫലനമായിരിക്കാം നിയമസഭാ ഇലക്ഷനിൽ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ LDFന്റെ ചാൻസ് വളരെയധികം കുറവല്ലേ? അവർക്ക് അവരുടെ കോട്ടകളിൽ പോലും ജയിക്കാനുള്ള ചാൻസ് കുറവല്ലേ? തീർച്ചയായിട്ടും. ഈ സാധാരണഗതിയിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ലോക്കൽ ബോഡി ഇലക്ഷൻ അല്പം വ്യത്യസ്തമാവാറുണ്ട്. കേരളം ആര് ഭരിച്ചാലും കേന്ദ്രം ആര് ഭരിച്ചാലും പഞ്ചായത്ത് ആര് ഭരിക്കണം തീരുമാനിക്കുന്നതിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് എല്ലാവരും തയ്യാറാവും. പഞ്ചായത്ത് മുഖം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, കൃത്യമായിട്ട് വോട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അത്യാവശ്യത്തിന് ആരാണോ നമുക്ക് ഉപകരിക്കുക, ഏത് പാർട്ടിക്കാരനായാലും, അവൻ ഇനിയിപ്പോൾ 4 കാശ് വാങ്ങുന്നവനാവട്ടെ, എന്നാലും നമ്മുടെ പയ്യനല്ലയോ എന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതി പക്ഷേ ഇത്തവണ അതല്ല. ഇത്തവണ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോഴും ജനത്തിൻ്റെ മനസ്സിൽ പിണറായി വിജയൻ്റെ മുഖം തെളിഞ്ഞു വരുന്നു. അതിനെതിരായി എവിടെയാണോ കുത്തേണ്ടത് അങ്ങനെ കുത്തിയിട്ട്, അങ്ങനെ വോട്ട് കുത്തുക മീൻസ് ഇപ്പോൾ കുത്തല്ലല്ലോ, ഇപ്പോൾ ക്ലിക്കാണ് ചെയ്തിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ആ ട്രെൻഡ് നിലനിൽക്കുമെന്ന് വേണം കരുതാൻ. അത്രയേറെ ആഴത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് സാധാരണക്കാർ. അത് എവിടെ? പാർട്ടി അനുഭാവികളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത്. തീർച്ചയായും ഒരുപാട് CPM പ്രവർത്തകരാണെങ്കിലും LDF ഉള്ളവരാണെങ്കിലും അവർ തന്നെ മാറ്റി കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെ, മാറ്റി കുത്തിയെന്ന് മാത്രമല്ല, 3 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് CPM നേരിടുന്നത് സ്വന്തം അണികളിൽ നിന്ന്. ഒന്ന്, യാതൊരു മറയുമില്ലാതെ പ്രത്യക്ഷമായി മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു. ഐഷ പോറ്റിക്ക് പോകാൻ 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. K അജിത്ത്, വൈക്കം MLA, CPIയുടെ വലിയ നേതാവായിരുന്നു, MLA ആയിരുന്നു, അദ്ദേഹം പോയി BJP ചേർന്നു. ഇതിനൊന്നും ആർക്കും ഒരു മടിയുമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള അതിരുകൾ മാഞ്ഞു പോകുന്നു. ഒന്ന്. രണ്ടാമത്തേത്, പിണറായി വിജയൻ്റെ കാലത്ത് പ്രതിഷേധങ്ങളോ വിയോജിപ്പുകൾക്കോ യാതൊരു സ്കോപ്പും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മിക്ക കമ്മിറ്റികളിൽ നിന്നും എത്രയോ പേര്, പഴയ കാലത്തെ പ്രമുഖരായ പ്രവർത്തകർ നിശബ്ദരായി വീട്ടിൽ പോകുന്നുണ്ട്. ആ മൗനജാഥ, അതാണ് രണ്ടാമത്തെ പ്രതിഷേധം. മൂന്നാമത്തെ പ്രതിഷേധം മൗനമായി നിൽക്കും. പാർട്ടിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ കോട്ടപ്രകാരം പോയി ഇരുന്ന് കൊടുക്കും, യന്ത്രം പോലെ കൈയടിക്കും, പോളിംഗ് ബൂത്തിൽ ചെന്ന് മറിച്ച് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ വീട് നിൽക്കുന്ന സ്വന്തം വാർഡിൽ BJP ലീഡ് ചെയ്തു. ശ്രദ്ധിച്ചിരുന്നത്? BJP ലീഡ് ചെയ്തു. എന്താ കാരണം എന്നറിയോ? അവിടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആണ്. അവർക്ക് പോയി ചെയ്താൽ ഇവരുടെയൊക്കെ ക്യാമറയിൽ ഇത് പതിയും. ആരുടെ? CPMന്റെ ക്യാമറയിൽ. അപ്പോൾ ആരൊക്കെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന് അവർക്ക് പരിശോധിക്കും. BJPക്ക് ആരും വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഈ പ്രതിഷേധിക്കുന്ന ജനം മുഴുവൻ പോയി BJPക്ക് വോട്ട് ചെയ്തു, BJP ലീഡ് ചെയ്തു. ആലോചിച്ചു. അപ്പോൾ അതാണ് ഈ 3 തരത്തിലുള്ള പ്രതിഷേധം. CPMന്റെ സംഘടനാ സംവിധാനം നേരിടുന്നുണ്ട്, ഇടതുപക്ഷ സംഘടനാ സംവിധാനം നേരിടുന്നുണ്ട്. അത് എത്ര പേര് എത്രത്തോളം ഗൗരവത്തോടെ CPM കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഗൗരവമായിട്ട് വരും ഈ തെരഞ്ഞെടുപ്പിൽ. പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യ നിലപാടായിരുന്നു ഇത്രയും വർഷത്തോളം കണ്ടുകൊണ്ടിരുന്നത്. ഒരു ഹിറ്റ്ലർ മോഡൽ ഒരു അധികാരം ആയിരുന്നു പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഭരണവിരുദ്ധ വികാരം എന്താണെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം UDFനെ പറ്റി പറയുകയാണെങ്കിൽ UDFന്റെ കാര്യത്തിൽ ഇപ്പം ഏറ്റവും വലിയൊരു കാര്യം ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയുണ്ടായി. അത് LDFന്റെ ഒരു സീറ്റ് തന്നെയായിരുന്നു, അതാണ് പിടിച്ചെടുത്തത്. അപ്പം ഇതുപോലുള്ള LDFന്റെ കോട്ടകളിലെല്ലാം UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തിരുവനന്തപുരം BJP പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം LDFന് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതിന്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ ഭരണം തന്നെയായിരിക്കും. പിണറായി വിജയനോടുള്ള വിരോധം ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ജയിപ്പിച്ചാൽ ആരെയാണ് ജയിപ്പിക്കാൻ വളരെ പ്രാക്ടിക്കലാണ് ജനം. തീർച്ചയായും. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നല്ലത് സാധ്യതയുള്ളത്, ജയിപ്പിച്ചാൽ ഭരണമാറ്റം വരാനിടയുള്ളത് UDFനാണ്.
അവർക്ക് കൊടുത്തു. തിരുവനന്തപുരത്ത് അതിനുള്ള സാധ്യത തുലവും കൂടിയ സാധ്യത BJPക്കാണ്, അവർക്ക് കൊടുത്തു. ആ സംവിധാനമാണ്. അത് വേറൊന്നുണ്ട്, അത് നമ്മൾ മറിച്ചും കാണേണ്ടതുണ്ട്. ചിലയിടത്തൊക്കെ BJP ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് BJPക്ക് നല്ല ലീഡ് ഉള്ളിടത്ത് അവർക്കും ഡോസ് കൊടുത്തിട്ടുണ്ട് ജനം. ഉദാഹരണത്തിന് പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. പാലക്കാട് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ പാലക്കാട് 28 സീറ്റ് ഉണ്ടായിരുന്ന BJP 25ലേക്ക് താണു. അതിന് ഞാൻ പറയുന്ന ഒരു ഡോസ് ജനം കൊടുക്കുകയാണ്, നിങ്ങളും സൂക്ഷിച്ച് കളിച്ചോളണം എന്നാണ് എൻ്റെ പാഠം. ജനാധിപത്യത്തിൽ പ്രധാനമാണ് ഡയന, അത് ജനത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ജനം തന്നെയാണ് പരമാധികാരി എന്ന ഓർമ്മ നമ്മുടെ എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവണം എന്നതിൻ്റെ അർത്ഥം. ഇപ്പം UDFനെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഇതിലും കൂടെ പരാജയപ്പെട്ടാൽ അവരെന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ UDFൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് UDFനാണ്. LDFനെ അപേക്ഷിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ടെല്ലാം UDFനാണ് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം UDFൻ്റെ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDFന് ഭരിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മുസ്ലിം ലീഗിൻ്റെ അവർ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്, അവർക്ക് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവർ. അപ്പം മുസ്ലിം ലീഗ് UDFുമായിട്ട് ഭരണത്തിൽ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. എത്രയോ കാലമായിട്ട് അവർ ആ മുന്നണിയിലുണ്ടല്ലോ. തീർച്ചയായും. പക്ഷേ ഈ ഒരു ധാരണ കേരളം തിരുത്തേണ്ടതുണ്ട്. മുസ്ലിം ലീഗോ ഏതെങ്കിലും ഒരു മുസ്ലിം മതമൗലികവാദ സംഘടനയോ ഇല്ലാതെ ഭരിക്കാം കേരളമെന്ന് K നായനാർ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ. അത് കോൺഗ്രസിനും ബാധകമാണ്. കോൺഗ്രസിന് മുസ്ലിം ലീഗോ മുസ്ലിം സംഘടനകളോ ഇല്ലാതെ തന്നെ കേരളം ഭരിക്കാമെന്ന് കോൺഗ്രസും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ധാരാളം തെളിവുകളുണ്ടല്ലോ, ധാരാളം സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇല്ലാതെ ഭരിക്കാൻ കഴിയില്ല എന്ന ഒരു സൗകര്യവാദത്തിലേക്ക് രണ്ട് രാഷ്ട്രീയ മുന്നണികളും എത്തിച്ചേരുന്നതാണ് അപകടം. ഇല്ലാതെയും ഭരിക്കാം. ഇനി ഭരിച്ചതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുസ്ലിം ലീഗിനെ ഒന്നും ഇവർ വർഗീയ കക്ഷി എന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്ത് അതൊരു കച്ചവട പാർട്ടിയാണ്. അവർക്ക് ഏത് ഭരണം വന്നാലും ആ ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള അവരുടെ വ്യാപാര താല്പര്യങ്ങളല്ലാതെ. ഇനി മുസ്ലിം ലീഗിൻ്റെ കൂടെ ഭരിച്ചാൽ എന്താ? ആരെ ഭരിക്കാത്തത് കേരളത്തിൽ? ഭരിച്ച കാലത്ത് മുസ്ലിം ലീഗ് കൊള്ളാം. ഇപ്പം മുസ്ലിം ലീഗ് അപ്പുറത്താണ്, അപ്പം മോശമാണെന്ന് പറയുന്നു എന്നല്ല, അത് വെറും അവസരവാദമല്ലേ പറയുന്നത്. മുസ്ലിം ലീഗിനെ കോൺഗ്രസ് പോലും കൂട്ടിത്തൊടിയിക്കാത്ത കാലത്ത് മുസ്ലിം ലീഗിന് മന്ത്രിപദം കൊടുത്ത് അവർക്ക് അന്തസ്സ് കൊടുത്ത പാർട്ടി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. ഓർമ്മയില്ലേ? 67 EMS ഗവൺമെൻറ്റാണ് ഇവരെ ആദ്യമായിട്ട് മന്ത്രിയാക്കുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക് എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്തോ മോശമാണെന്ന് പറയാൻ പറ്റുക? മുസ്ലിം ലീഗ് ഇന്ന് നേടിയ അന്തസ്സും അധികാരത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ CPM കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയത് 67 തൊട്ട്. ഇനിയിപ്പോൾ അന്ന് പക്ഷേ കോൺഗ്രസ്സുകാർ പറഞ്ഞു മുസ്ലിം ലീഗിനെ സൂക്ഷിക്കണം, അത് പഴയ പാകിസ്ഥാൻ്റെ ബാക്കിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അവരത് പറയുമോ? അവർക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭയപ്പെടുന്നതിലൊന്നും അർത്ഥമില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഈ വലിപ്പം ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. CPM നേതാക്കന്മാരാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. മുസ്ലിം ലീഗ് വന്നാൽ കേരളം എന്തോ കുട്ടിച്ചോറാകും. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി വരെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. കുറച്ച് കാലമാണെങ്കിൽ ഇരുന്നില്ലേ? എത്രയോ കാലം, എനിക്ക് തോന്നുന്നു 2 or 3 മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ടിരുന്നില്ലേ? കേരളത്തിലെ ഖജനാവിൻ്റെ 60% മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ കൈകാര്യം ചെയ്തിട്ടില്ലേ? 4 or 5 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന കാലം. അതുകൊണ്ടൊന്നും ഒരു അപകടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരിൽ നിന്ന് അത്തരം അപകടങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം അത്തരം അപകടങ്ങളൊന്നും അവരുടെ അജണ്ടയിലില്ല. അത് മുസ്ലിം ലീഗിനെ എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെ പലപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് വലുതാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ എന്താന്ന് പറയാ, ഒരു മനോഹരമായ ഒരു പ്രയോഗം ഉണ്ടല്ലോ, വിനാശകാലേ വിപരീത ബുദ്ധിയല്ല ഇപ്പോൾ പറയുന്നത്. CPMൻ്റെ ഈ വർഗീയ ബുദ്ധി, വിനാശകാലേ വർഗീയ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് മാത്രം ഇടതുപക്ഷ ഭരണം അവസാനിക്കുന്ന മട്ടാണ്. ഇടതുപക്ഷത്തിന് വലിയ നാശം ഉണ്ടാകുന്ന മട്ടാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ശബരിമല. തീർച്ചയായും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ ഇന്നലെ വരെ പറഞ്ഞത് മാറ്റി പറഞ്ഞു കളയാം. ആലോചിച്ച് നോക്കൂ. ആ നിലപാട് തന്നെയാണ് സ്വയംകൃത അനർത്ഥം കൊണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരാളുടെ മുഖം, ബോഡി ലാംഗ്വേജ്, വാക്കുകൾ, നോക്ക്, നടപ്പ് ഒക്കെ എന്താണോ ജനവിരുദ്ധമായ ഒരു ഭരണകൂടത്തിൻ്റെ പ്രതീകം, അതാണ് പിണറായി. അത് ജനം കൃത്യമായി തിരിച്ചറിയും, പ്രതികരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി മറിച്ച് വരാനിരിക്കുന്നവരുടെ ഗുണഗണങ്ങളൊന്നും നമ്മൾ തൽക്കാലം പരിശോധിക്കേണ്ട. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആശ്വാസം
5 കൊല്ലം കഴിയുമ്പോഴെങ്കിലും മാറ്റി പരീക്ഷിക്കാൻ അവസരമുണ്ട്. ആ പരീക്ഷണം ഉപയോഗിക്കട്ടെ ജനം. ഇപ്പം തൽക്കാലം ചെയ്യേണ്ടത് തന്നെയാണ്, മാറ്റുക, എന്നിട്ടൊരു അവസരം കൊടുക്കുക. അവനും ഇവനെ പോലെ തന്നെയാണെങ്കിൽ 5 കൊല്ലല്ലേ സഹിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ അടുത്തത് പഠിക്കാം എന്നുള്ള തീർച്ചയായിട്ടും. ഇപ്പം ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ LDFിന്റെ ഭരണത്തിന് ശേഷം ആരോഗ്യ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു യുവതിയുടെ വയറ്റിൽ കത്രിക തുടങ്ങിയ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ ആരോഗ്യ രംഗത്തൊക്കെ ഒരുപാട് ശൈലജ ടീച്ചർ ഇരുന്നതിന് ശേഷം വീണ ജോർജ് വന്നു, എന്നിട്ടും ആരോഗ്യരംഗം മെച്ചപ്പെട്ടില്ല. ഇവരൊക്കെ ചികിത്സയ്ക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. ആ ഒരു സാഹചര്യമുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ആരോഗ്യരംഗ മന്ത്രിമാർ ഒന്നാമത്തെ ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രശ്നം മന്ത്രിമാരുടെ ഈ കാര്യശേഷി ഇല്ലായ്മയാണ്, പിടിപ്പുകേടാണ്. ഇത്രയേറെ ഈ എന്താണ് അതിന് പറയുക, അങ്ങേയറ്റത്തെ കാര്യക്ഷമതയില്ലായ്മ. അത് ഈ മന്ത്രിസഭയിലെ എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. പിന്നെ ആരാണ് ആകെ ഈ ഷോ കാണിക്കുന്നത്? ഒരു മരുമോൻ മന്ത്രിയുണ്ട്. അദ്ദേഹം മന്ത്രിസഭയുടെ ഖജനാവ് മുഴുവനും അമ്മോശൻ്റെ ഈ പറഞ്ഞ മാതിരി ഫാദർ ഇൻ ലോയുടെ കണക്കിൽ കൊണ്ടുപോയിട്ട് ബേപ്പൂര് വെളുപ്പിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം. അത് മുഴുവനും അവിടെ നടക്കുന്ന എല്ലാ ടൂറിസം കൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പൊതുമരാമത്ത് മാത്രമല്ല, കാശ് ഉണ്ടാക്കാനും കാശ് എറിയാനും ഒക്കെയുള്ള വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ സംഭവിക്കുന്നത്? ഇത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ബിനാമികളുടെ കോൺട്രാക്റ്റാണ്. അതാണിപ്പോൾ ഈ ബേപ്പൂരിലൊക്കെ വലിയ പ്രതിഷേധം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാൻ പറയുന്നത് ഇപ്പോൾ കഴിവുകേടൊരു കുറ്റമല്ല. ഇപ്പോൾ KN ബാലഗോപാൽ എന്ന മന്ത്രിക്ക് ഈ ധനകാര്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ധനകാര്യ നടത്തിപ്പിൻ്റെയോ ധനകാര്യ നിർവഹണത്തിൻ്റെയോ ആസൂത്രണത്തിൻ്റെയോ തത്വശാസ്ത്രം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ വല്ലതും അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കിപ്പോൾ മന്ത്രിയായിട്ട് വല്ലതും പഠിച്ചുണ്ടാക്കാൻ ശ്രമിച്ചോ എങ്കിലേ ഉള്ളൂ. അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പരിഹാസ്യനായില്ല, അറിയാത്തത് പറഞ്ഞു നടന്നില്ല, ആളുകളോട് ധാർഷ്ട്യം കാണിച്ചില്ല, മനുഷ്യനോട് മര്യാദക്ക് വർത്തമാനം പറയാൻ പഠിച്ചു. അതുകൊണ്ട് തോമസ് ഐസക്കിൻ്റെ സ്ഥാനത്ത് ഒരു ധനകാര്യമന്ത്രി എന്നാൽ KN ബാലഗോപാൽ പരാജയമല്ലേ എന്ന് വെച്ചാൽ വലിയ പരാജയമാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളെ ഈ പരുവത്തിൽ വെറുപ്പിച്ചില്ല. പക്ഷേ വീണ ജോർജ് ചെയ്തത് കഴിവുകേടും നിരുത്തരവാദിത്വവും കാണിക്കുകയും ചെയ്തു. നാവെടുത്താൽ ജനങ്ങളെ പരിഹസിക്കുന്ന അത്യന്തം അപഹാസ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ് കേരള രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും അപഹാസ്യയായ മന്ത്രിയായിട്ട് അവർ മാറില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ തെളിവല്ലേ കഴിഞ്ഞ ദിവസത്തെ നാടകം? ഇയാളെ കഴുത്ത് വെട്ടിയത്രേ KSUക്കാർ വന്നിട്ട് അവരുടെ എന്തെല്ലാം പുറത്തു വന്നു. 2020 ഇവരുടെ കഴുത്തിന് പരിക്കേറ്റ് ചികിത്സിച്ചിട്ട് ബെൽറ്റ് ഇട്ട് നടക്കുന്നത് അതേ ബെൽറ്റാണ് ഇപ്പോഴും ഇട്ട് നടക്കുന്നത്. ഇപ്പോൾ 2020 ഇവർക്കുള്ള അസുഖമാണ് ഈ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് ഷംസീർ സ്പീക്കർ വന്നിട്ട് പറയാം കിടക്കണം, ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യണം. ഈ നാടകമൊക്കെ വല്ല കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ പയറ്റുന്ന ഒരു നാടകമല്ലേ ഇതൊക്കെ? ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഭയങ്കര ദയനീയമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ വിനാശകാലത്ത് ചെയ്യുന്നത് മുഴുവനും തൊട്ടത് മുഴുവനും അപകടമാണ്. എല്ലാം അബദ്ധമായി തീരുകയല്ലേ. ഇപ്പോൾ ഒരു ട്രോള് ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വന്നൊരു ട്രോളാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചൊക്കെ വന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി, സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രോളുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഈ LDF ഭരണത്തിലെ നമുക്ക് ഓരോ മന്ത്രിമാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ട്രോളുകളുടെ മേളമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു കേസ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ട്രാക്ക് റെക്കോർഡാണ്. വിദ്യാഭ്യാസ മന്ത്രി ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ മന്ത്രിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത മോഡലാണല്ലോ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പടം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്താ ഓർക്കുക? ആ നിയമസഭയുടെ മേശപ്പത്ത് കയറി മുണ്ടും മാടിക്കുത്തി നടത്തുന്ന ഒരു ഗുണ്ടയുടെ പടമല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളെ വിദ്യാഭ്യാസ മന്ത്രി ആക്കി അപമാനിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നാശം. പക്ഷേ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ഗുണമുണ്ട്, വായെടുത്താൽ അദ്ദേഹത്തിന് വിവരക്കേട് വെളിവാകും. തീർച്ചയായും. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ആളിങ്ങനെ ഇത്രയേ ഉള്ളൂ എന്നുള്ള നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എല്ലാവരും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മന്ത്രിസഭയിൽ പരിഹാസ്യനായൊരു മന്ത്രി MM മണി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിനേക്കാൾ അപഹാസ്യരായ കുറേ മന്ത്രിമാർ വന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. ഒരു കാര്യക്ഷമത ഇല്ലാതിരിക്കുകയും ജനവിരുദ്ധത മുഖമുദ്രയാക്കുകയും ചെയ്ത മന്ത്രിമാരുടെ ഒരു പടയാണ് മന്ത്രിസഭ. എന്തിനാണിത് എന്ന ചോദ്യത്തിന് 2 ഉത്തരം ജനങ്ങൾക്കറിയാം. ഒന്ന്, അത് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക്കും ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ മന്ത്രിസഭയുടെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരുത്തനും അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. കെൽപ്പില്ലാത്തതുകൊണ്ട് മാത്രമല്ല,
വലിയൊരു രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഭിക്ഷാംദേഹികളായിട്ടിരിക്കുന്ന ഈ രണ്ടാം നിരയിലെ ലീഡേഴ്സ് മിണ്ടൂല. അതാണ്, ചോദ്യം ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും രണ്ടാമത്തെ കാര്യം കൂടി ഉണ്ട്, അതാണ് അതിൻ്റെ സ്വകാര്യം. ഈ മന്ത്രിമാരുടെയൊക്കെ വകുപ്പ് ആത്യന്തികമായി ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാണ്. അവരുടെ ഒരു ഏജൻറ്റ്, ഒരു സ്പൈ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലുണ്ട്. പി ശശിയാണ് ഭരിക്കുക. പിണറായി വിജയൻ അറിയാതെ ഒരു നയാ പൈസ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അഴിമതിയില്ലാത്ത ഗവൺമെൻറ്റാണെന്ന് ആരും പറയില്ലല്ലോ, പക്ഷേ പിണറായി വിജയൻ അറിയാതെ നയാ പൈസയുടെ അഴിമതി നടക്കില്ല. അതാണ് എല്ലാവരും പഞ്ചപുച്ഛമടക്കി പിണറായിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇലക്ഷൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പാല എന്ന സ്ഥലത്തിൽ ഇലക്ഷൻ ജോസ് കെ മാണിയുടെ പേര് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഷോൺ ജോർജിൻ്റെ പേര് പറയുന്നുണ്ട്, മാണി സി കാപ്പൻ്റെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ 3 പേരും മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയൊക്കെ വൻ പരാജയമായിട്ട് തന്നെ തുടരുകയാണ് പാലയിൽ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ജോസ് കെ മാണി ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ യാതൊരു സ്കോപ്പുമില്ല, രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലാത്തൊരു നേതാവാണ്. കാരണം അച്ഛൻ്റെ മോനായി എന്നതുകൊണ്ട് യാതൊരു യോഗ്യത ഉണ്ടായിക്കൊള്ളുന്നില്ല. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലെ ഈ മക്കൾ രാഷ്ട്രീയക്കാരിൽ എനിക്ക് തോന്നിയത് ഒരു കഴിവ്, മകനെന്ന നിലയിൽ അതിനപ്പുറത്തേക്കൊരു ഇത്തിരി കഴിവ് കാണിക്കുന്ന ഒരേ ഒരു നേതാവിനെ ഞാൻ കണ്ടത് ജി കാർത്തികേയൻ്റെ മോനെയാണ്. ബാക്കി നേതാക്കൾ ഒന്നും ആ അച്ഛനോളമെങ്കിലും യോഗ്യത കാണിച്ചിട്ടില്ല. ബാക്കി നേതാക്കന്മാരുടെ കാര്യം ഏറ്റവും ദയനീയമാണ് ജോസ് കെ മാണിയുടെ കാര്യം. കെ മാണിയുടെ ഒരു നിഴല് പോലും ആകാനുള്ള യോഗ്യതയില്ലാത്ത ഒരാൾ അച്ഛൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് വന്നിട്ട് നേതാവായപ്പോഴുള്ള കുഴപ്പമാണ്. ഇപ്പോൾ ജോസ് കെ മാണി പാലായിലല്ല എവിടെ നിന്നാലും തോൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്, പല കാരണങ്ങളാൽ. ഒന്ന്, അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ എൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് ആ മുന്നണിയിൽ തുടരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമല്ല, അച്ഛന്മാർക്കും സഭകൾക്കും ഇഷ്ടമല്ല. സർവോപരി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, വിട്ടു പോരണം വ്യത്യാസങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് എം തന്നെ തോൽപ്പിക്കും, പിന്നെയല്ലേ ബാക്കിയുള്ളവർ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പിന്നെ രണ്ടാമത് ഇടതുപക്ഷ മുന്നണി. അതുകൊണ്ട് ജോസ് കെ മാണി എവിടെ നിന്നാലും കണക്കാം. പാലായിൽ എനിക്ക് തോന്നുന്നു അത് മദീനയിൽ ഒരു ബിംബം, ഒരു വലിയ ബിംബം, സൂര്യ തേജസ്സുള്ള ഒരു ബിംബം 50 കൊല്ലത്തിലേറെ ഒരേ മണ്ഡലത്തിൽ നിന്ന മണ്ഡലമല്ലേ പാല. ജോസ് മാണി സാറിന് ശേഷം അവിടെ ആ തേജസ്സുള്ള ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് തോൽക്കണമെന്നേ. മാണി സാറ് മാത്രമേ അവിടെ ജയിച്ചു വരാൻ പാടുള്ളൂ, ജയിക്കാനുള്ള യോഗ്യതയുള്ളൂ. ആ മണ്ഡലം അദ്ദേഹം ഉണ്ടാക്കിയതാണ്, ആ മണ്ഡലത്തെ അദ്ദേഹം പോറ്റിയിട്ടുണ്ട്, ആ മണ്ഡലത്തെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് ജയിപ്പിച്ചു വിട്ട വോട്ടർമാരെ അദ്ദേഹം അവമാനിച്ചിട്ടില്ല, അദ്ദേഹം കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാണി സാറ് ജയിക്കണം, ജോസ് കെ മാണി തോൽക്കണം, തോറ്റുകൊണ്ടേ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു നീതി. ഇപ്പം 2 മുന്നണികളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പം BJPയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2016 ഒരു സീറ്റ് BJPക്ക് ലഭിച്ചത്, അതിനുശേഷം ലഭിച്ചിട്ടില്ല. അപ്പം ഇനി ഈ വരുന്ന ഒരു നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയായിരിക്കാം BJPയുടെ ഒരു മുന്നേറ്റം? ലോക്കൽ ബോഡി ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ആൾട്ടർനേറ്റീവായിട്ട് BJPയെയും NDA മുന്നണിയെയും കേരളത്തിൻ്റെ ജനമനസ് ആഗ്രഹിക്കുന്നുണ്ട്. കേരളീയൻ്റെ സ്വപ്നത്തിൽ ഇവരുണ്ട്. തീർച്ചയായും ആ സ്വപ്നത്തോട് നീതി പുലർത്താൻ, അതിലേക്ക് വളരാൻ കേരളത്തിലെ BJPക്കും NDAക്കും കഴിയുമോ? 2 മുന്നണികൾക്ക്, BJP ഒഴിച്ച് LDF UDF മുന്നണികൾക്കും BJPക്കും അതുപോലെ തന്നെ ഇതൊരു ജീവൻമരണ പോരാട്ടമാണ് സത്യം പറഞ്ഞ ഈ ഒരു ഇലക്ഷൻ. BJPയോടുള്ള പഴയ ഐത്തോ അറപ്പും മാറിയിട്ടുണ്ട്. തീർച്ചയായും അതൊരു വലിയ കാര്യം. ഏത് പാർട്ടിയിൽ നിന്നും പിറ്റേന്ന് 24 മണിക്കൂർ കൊണ്ട് അപ്പുറത്ത് പോകാൻ മടിയില്ലാത്ത വിധം BJPയിലേക്ക് പോകാം. ഇനി BJPയിലേക്ക് ഒരമ്മയുടെ മക്കൾക്ക് തന്നെ, ഒരാൾക്ക് കോൺഗ്രസ്സിലും ഒരാൾക്ക് BJPയിലും ഒരാൾക്ക് CPMലും നിൽക്കാമെന്ന വിധത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിട്ടുണ്ട്, സമാധാനപരമാണ്. അത് BJPക്ക് എന്തുമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നത് അവരുടെ ലീഡർഷിപ്പ് അനുസരിച്ചിരിക്കും. രാജീവ് ചന്ദ്രശേഖർ എനിക്ക് തോന്നുന്നു ആ ദിശയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയത്തിന്റെ വക്കത്ത് വരെ എത്തിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഇപ്പോൾ അദ്ദേഹം നേമത്ത് മത്സരിക്കുന്നു കേൾക്കുന്നു. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം തന്നെ, ശിവൻകുട്ടി തന്നെ അവിടെ മത്സരിച്ചും കൊടുത്താൽ കുറെ കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള പ്ലേസ്മെൻറ്റ് നടന്നാൽ, ഒരു മണ്ഡലത്തിന് ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുത്ത് കറകളഞ്ഞ
പ്രതീകങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയാലൊക്കെ സാധ്യതയുണ്ട് എന്ന് പണ്ടും തെളിയിച്ചിട്ടുണ്ടല്ലോ. ഭേദപ്പെട്ട മുന്നേറ്റം ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. വോട്ട് ഷെയർ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ഈ വോട്ട് കൊണ്ടാണ് പലപ്പോഴും ഇത്രയും വോട്ട് ഷെയർ പോലും കേരളത്തിൽ ഇല്ലാത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് കേരളം പിടിച്ചത്. നിങ്ങൾ ശതമാനം നോക്കൂ, 57% കണക്ക്. BJPക്ക് കേരളം ഭരിക്കാൻ ഈ വോട്ട് ഷെയർ മതി. പക്ഷെ അത് വോട്ടാക്കി മാറ്റാം, അത് സീറ്റാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. വോട്ട് കയ്യിലുണ്ട്. എന്താണേലും ഇനിയൊരു പിണറായി മന്ത്രിസഭ വരുമോ അതോ UDF ഭരണത്തിലേക്ക് വരുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. നന്ദി. തീർച്ചയായിട്ടും സന്തോഷം.